ഒതുങ്ങിക്കെട്ടി എങ്ങോട്ടേക്കാന്നല്ലേ പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ വലുതായിട്ടൊന്നും ഒരുങ്ങിയിട്ടില്ലേ. രാത്രി കുറച്ച് വൈകിട്ടുണ്ട് സമയം. ഇവിടെ തൊട്ടടുത്തേക്ക് തന്നെയാണേ. രാത്രി ആകുമ്പോഴൊരു ആഗ്രഹം പുറത്ത് പോയിട്ട് ഇന്നത്തെ ഡിന്നർ കഴിച്ചാലോ എന്ന്. വീട്ടിൽ ചോറും കറിയിലുണ്ട് കേട്ടോ. എന്നാലും ആഗ്രഹങ്ങളല്ലേ, മാറ്റി വയ്ക്കാൻ പാടില്ലല്ലോ. ഒരേ ഒരു ജീവിതമല്ലേ, നാളെ ഉണരൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ആഗ്രഹങ്ങൾ ഇന്ന് തന്നെ തീർക്കുക, നാളത്തേക്ക് മാറ്റി വയ്ക്കരുത് കേട്ടോ. നിങ്ങൾക്കും എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പേ അത് തീർത്തിട്ട് മാക്സിമം കിടന്നുറങ്ങാൻ ശ്രമിക്കുക. ഇവൾക്ക് ഇത്ര നേരം എഴുതാനൊന്നും ഉണ്ടായില്ലല്ലോ, പിന്നെ ഇത് എവിടെ നിന്നാണ് ഇത്ര പെട്ടെന്ന് വന്നത്? എന്തായാലും എഴുതി തീരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോഴുള്ള സ്ഥിരം പരിപാടിയാണ് ഞങ്ങൾക്ക്. അങ്ങനെ കുറച്ച് സമയം അവളെ നോക്കി എന്നാ ചെയ്യുന്നതെന്നൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു. അപ്പോൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് എന്നെ കുറച്ച് നേരം കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ഞാനും കുറച്ച് സമയം അവളെ കെട്ടിപ്പിടിച്ച് നിന്നു. എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല കേട്ടാ, എന്നാലും ഒരു സുഖം. പിന്നെ നോക്കുമ്പോൾ അതാ പുറത്തുനിന്ന് ഡാൻസ് കളിക്കുന്നത്. അങ്ങനെ വാതിലൊക്കെ പൂട്ടി കെട്ടിയിട്ട് ഇറങ്ങാൻ നോക്കുമായിരുന്നു കേട്ടോ. വണ്ടീൻ്റെ പുറകിൽ കയറി നിന്നിട്ട് സ്ഥിരമുള്ള പരിപാടിയാണേ പുറകിലോട്ട് നോക്കിക്കൊണ്ടിരിക്കലേ. എനിക്ക് എന്തിൻ്റെ പ്രാന്താണെന്നൊന്നും അറിയില്ല, നല്ല പേടിയാണ് പുറകിൽ നോക്കുമ്പോൾ. പ്രത്യേകിച്ച് ഇരുട്ടുള്ള സ്ഥലത്ത് കൂടി പോകുമ്പോഴല്ലേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇമാതിരി പ്രാന്ത്? ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കേ ബാക്കോട്ടേക്ക്. ചെറിയ മഴച്ചാറ്റലൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ ലക്ഷ്യം മറക്കാൻ പാടില്ലല്ലോ. പോകുന്ന സ്ഥലം പറഞ്ഞിട്ടില്ല അല്ലേ, നമ്മുടെ കൂട്ടേട്ടൻ്റെ തട്ടുകടയിലേക്കാണേ. സാധ്യ ടേസ്റ്റാണേ ഇവിടുത്തെ ഫുഡിനെല്ലാം. എനിക്ക് അവിടുത്തെ ഫുഡിൽ ഏറ്റവും ഇഷ്ടം അപ്പം പൊള്ളിച്ചതാണേ. കിടു എന്ന് പറഞ്ഞാൽ കിടു. പൈസ എനിക്ക് വളരെ കുറവായിട്ടാണ് തോന്നിയത്. സമയം കുറച്ച് വൈകിയോണ്ട് നല്ല വേവലാതി ഉണ്ട് കേട്ടോ. കട പൂട്ടി കാണുമോ എന്നൊരു പേടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മഴയൊന്നൊരു കൂസലാക്കാതെ പറപ്പിച്ച് വിടുകയെന്നേ. മഴ എന്ന് പറയാനൊന്നുമില്ല, ചെറിയൊരു പൊടിച്ചാറ്റൽ മാത്രം. ഇത് നമ്മളെ വെണ്ണാത്തിപ്പുഴേൻ്റെ പാലാണ് കേട്ടോ. ഇതിലൂടെ പോകുമ്പോൾ എന്തോ ഒരു രാത്രിക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ആരും പേടിക്കണ്ട, ഞാൻ തന്നെയാണ് കേട്ടോ. കേൾക്കുന്നുണ്ടെങ്കിലും പനി വേണ്ടേ. അങ്ങനെ വിശപ്പിൻ്റെ ഭ്രാന്താന്നോ എന്തിൻ്റെ ഭ്രാന്താന്നോ അറിയത്തില്ല, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. സമാധാനം. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയിട്ടുണ്ടേ. കൂട്ടേട്ടൻ കട കൂട്ടി പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോഴാണ് നെഞ്ചെന്നൊരു സമാധാനം വന്നത്. എന്നാലും ഈ സമയത്തായാലും അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ട് കേട്ടോ. പോയപ്പോൾ നമുക്ക് സീറ്റൊന്നും കിട്ടിയിട്ടില്ല. കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. ഈ പട്ടികൾ എനിക്ക് തോന്നി ഇവിടെ എപ്പോഴും സ്ഥിരമായിട്ടില്ല തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ എപ്പോൾ വരുമ്പോൾ ഇവർ ഇവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം നോക്കിയാലും കുറച്ച് സമയം തെക്കോട്ടും വടക്കോട്ടൊക്കെല്ലാം നോക്കി നിന്നുവേ. കുറച്ച് സമയം പട്ടീനെ നോക്കി നിന്നു. സീറ്റ് കിട്ടണ്ടേ, അത്ര സമയം പോണ്ടേ. അമ്മ അപ്പം ലാസ്റ്റ് കിട്ടി, ഒരു സീറ്റ് കിട്ടി. അങ്ങനെ നമ്മൾ ആ സീറ്റിലേക്ക് പോയി ഇരിക്കാൻ നോക്കുകയെന്നെ. സീറ്റ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് നമ്മളെ തന്നെ കേട്ടോ. അപ്പോഴാണ് ഓർമ്മ വന്നത് കൈ കഴുകിയിട്ടില്ല എന്ന്. ആദ്യം വിചാരിച്ചു നിന്ന് കഴിഞ്ഞിട്ട് കഴുകണ്ടേ, അപ്പം കഴിക്കാൻ പോരേ എന്ന്. വീട്ടിൽ നിന്നും കുളിച്ചാട് വന്ന് വരുന്നേ. പിന്നെ പോയി കൈ കഴുകി, കാരണം നമ്മളെ കണ്ടല്ലേ നമ്മളെ മക്കളും പഠിക്കുന്നേ. കൈ കഴുകി വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നേ, ഇതെന്നാന്നിപ്പോൾ ഞാൻ വാങ്ങിക്കണ്ടെന്ന്. അങ്ങനെ ലാസ്റ്റ് ഒരു ബിരിയാണി ഒന്ന് ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ടേ. ബിരിയാണി നമുക്കല്ലേ കുഞ്ഞിക്കാന്നേ, പക്ഷെ ഓളത് ഫുള്ളൊന്നുമില്ലേ, നമ്മളും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇവിടുത്തെ ചിക്കൻ ഫ്രൈ എന്തോ ഭയങ്കര ഇഷ്ടമാണ്. എന്തെന്നാണെന്ന് അറിയത്തില്ല, നല്ല ഇഷ്ടമാണ്. എനിക്ക് വേറെ എവിടെയും പോയിട്ട് ഇത്ര ടേസ്റ്റിലുള്ളത് സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. എല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് ആക്രമിക്കുന്ന ഫുഡ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന സാധനം കിട്ടി. നല്ല ചൂടായിരുന്നേ. എങ്ങനെയൊക്കെയോ പെട്ടെന്ന് അത് ഫിനിഷാക്കി. പുറത്ത് നിന്ന് കുറച്ച് നേരം പട്ടിക്കുട്ടന്മാരെയൊക്കെ നോക്കി നിന്നേ. അല്ലപ്പോൾ ഈ പെണ്ണത് നിന്ന് കുളിച്ചിട്ടാന്ന് വരുന്നത്. വയറിനും മനസ്സിനും ഒരുപോലെ സന്തോഷമായി കേട്ടാ. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുന്നേ. സമയം ഒരുപാട് വൈകിട്ടുണ്ടേ. നോക്കാമെന്നെങ്കിൽ നാളെ സ്കൂളും ഉണ്ട്. എന്നാൽ ഈ രാത്രിക്ക് ഇങ്ങനെ പോകുന്നത് ഒരു പ്രത്യേക സുഖം തന്നെയാണ്. അങ്ങനെ തിരിച്ച് നമ്മളെ സ്വന്തം വെണ്ണാത്തിപ്പുഴേൻ്റെ പാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീട്ടിലെത്തിയപ്പോഴും മോള് പറഞ്ഞു അമ്മ കീട്ടാൻ ഞാൻ തുറക്കാമെന്ന്. കുറേ നേരം തിരിച്ചും മറിച്ച് നോക്കിയേ. അമ്മ അങ്ങനെയൊക്കെയോ തുറന്നിട്ടുണ്ടേ. ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടാ ഓള് തുറക്കുമെന്ന്. കുഞ്ഞിനോട് ലൈറ്റ് വന്നിട്ട് ഓളത് മൈൻഡാക്കാണ്ട് പോയി പിന്നെയും കുത്തിയിരുന്ന് ഏതാന്ന് ഇരുന്നിട്ടുണ്ടേ. തിന്നതൊക്കെ ഒന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് ഒരു ലെമൺ ടീ അടിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര വരെ ഉള്ളൂ കേട്ടോ. ഒരു കട്ടനൊക്കെ കുടിച്ചിട്ട് പോയി കിടന്നുറങ്ങിയിട്ടെ കേട്ടോ. ടാറ്റ ബൈ ബൈ.